പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നൈഫ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കത്തിയുടെ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കത്തിയുടെ പ്രയോഗങ്ങൾ നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉണ്ട് കളരികളിലും ഒക്കെ തന്നെ. അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റേജ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുത്തുമ്പം തട്ടി കുറച്ചേറെ നേരം നിൽക്കുന്നു, ഒരാളുടെ മുകളിൽ കൂടെ ഒക്കെ എടുത്തു മറിയുന്നു. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഡിഫൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കാം, പ്രദർശന ഫൈറ്റ് മാത്രമായിരിക്കും. അത് രണ്ടും ഒന്ന് തിരിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ കത്തിക്ക് കുത്താൻ വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്നത് നമ്മളെ സമാധാനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ അല്ല എന്നുള്ള ഓർത്ത് വയ്ക്കുക. അതായത് നമ്മുടെ ജീവൻ കളയാനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാധാരണ പ്രയോഗങ്ങൾക്ക് പറ്റില്ല. അയാൾ കുത്താൻ വരുന്നത് ഒഫൻസാണ്, ഡിഫൻസ് അല്ല. അപ്പോൾ ഒഫൻസിന് വരുന്നവനെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവൻ ചെയ്യുന്നത് നമ്മുടെ ജീവൻ കളയാനാണെങ്കിൽ നമ്മൾ അതിനകത്ത് രക്ഷപ്പെടാനുള്ള ശക്തമായ മാർഗം, അവൻ ഒരിക്കലും എഴുന്നേക്കാൻ വയ്യാത്തത്ര വലിയൊരു മാർഗം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ ലോക്കൽ പഠിത്തങ്ങൾ പഠിച്ചാൽ, അല്ലെങ്കിൽ അവർ കൃത്യമായി പറഞ്ഞതെന്നില്ലെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മൃഗം അറ്റാക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ക്രമക പോലുള്ള ആർട്ടുകളിലൊക്കെ ഡോഗ് ബൈറ്റ് ചെയ്യുന്ന പോലെ, പട്ടി കടിക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അത്രമാത്രം ആ ഒരു ബാർക്കിംഗ് സ്പേസും ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളും ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരുപാട് ഗുണമായിരിക്കും. ഞാനത് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു കാര്യം ഓർക്കേണ്ടത്, ഡിഫൻസ്, സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഘട്ടമാണ്. ഇപ്പോൾ ഒരു കൈക്കൊരു അടി വരുന്ന പോലെ അല്ല കത്തിക്കോ വടിവാളിനോ ഒക്കെ വരുന്ന അടികളൊക്കെ തന്നെ. അത് ഭയങ്കരമായ ഡേഞ്ചറായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ സാധാരണ തന്ത്രങ്ങൾ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു തട്ട് തട്ടുന്നില്ല, ഒരു ബ്ലോക്ക് ചെയ്യുന്നു നമ്മൾ പറയില്ലേ. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റേ ആൾ വരെ അടിക്കാനുള്ള ചാൻസ് കൂടുകയാണ്. പക്ഷെ ആ ബ്ലോക്ക് ഒരു പ്രയോഗമായി മാറിയാൽ, ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം, ആ ചെയ്യുന്ന ബ്ലോക്ക് ഒരു പ്രയോഗമായി മാറിയാൽ അയാൾ കയറാനുള്ള സാധ്യതകൾ കുറയും. ഒന്ന് ഭയക്കും, അല്ലെങ്കിൽ വേദനിക്കും. ആ സമയത്ത് നമുക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കുത്താൻ വരുമ്പോൾ ആയുധം എടുത്തിട്ടുണ്ടോ വെറുതെ വിടരുത്. വെറുതെ വിട്ടാൽ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബം, നമ്മൾ മര്യാദക്ക് പോകുന്ന ഒരാളായിരിക്കണം. ഒരാളോടും വഴക്കുണ്ടാക്കാത്ത, ഒരു വഴക്കാളി അല്ലാത്ത ഒരു സാധാരണ മനുഷ്യനായിരിക്കണം. എന്നാൽ അസാധാരണമായ കഴിവുകൾ വേണം. അതാണ് അഭ്യാസിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മര്യാദക്ക് പോകുന്ന ഒരാളെ റോഡിൽ പിടിച്ചു നിർത്തി കുത്തിയാൽ, ആ കുത്തു കൊണ്ടാൽ അല്ലെങ്കിൽ മരിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന് മാത്രമാണ് പോവുക, അല്ലേ? ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അവർ കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ ഒരു കുടുംബത്തെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഓർക്കുക. അവിടെയാണ് മനസ്സിൽ നിന്ന് അറ്റാക്ക് വരേണ്ടത്. ക്ലിയർ? അവിടെ ഈ സാധാരണ പഠിപ്പിച്ച് ബെൽറ്റും കൊടുത്ത് വിടുമ്പോൾ നമുക്ക് അറിയില്ല ഡിഫൻസിന്റെ ഉത്തരവാദിത്വം. ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം. അവിടെ നമ്മൾ ഈ ഇരിക്കുന്നതിനിടയ്ക്ക് അവിടെ മർമ്മം നോക്കാനോ അല്ലെങ്കിൽ അവിടെ ചെയ്യാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ പിടിക്കുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക് മർമ്മത്തിലേക്ക് വരുന്ന ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഫൻസിലേക്ക് പോകാൻ പറ്റുക. ഒരു കത്തിക്ക് കുത്തുന്ന ഒരുത്തൻ്റെ കൈ തല്ലി പിടിക്കുന്നത് തെറ്റില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അവൻ നാളെ ഒരാളെ അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് ചെയ്ത് മനസ്സിലാക്കി കാണിക്കുക എന്നുള്ളതാണ് തത്വം. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് സംഭവിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ത്രെട്ടനിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം, ഏത് സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു കാറിൽ വെച്ചത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാറിൽ വെച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഏതൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ, കാറിൻ്റെ ഡോർ പാർട്സ്, അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള കീസ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ്. അതിൻ്റെ അകലം, നമ്മളിരിക്കുന്ന സ്പേസ്, നമ്മൾ സീറ്റ് പുറകോട്ടാണോ മുന്നോട്ടാണോ കയറ്റിയിരിക്കുക. അപ്പോൾ ഒരു അഭ്യാസിയെ സംബന്ധിച്ച് ഒരു കാറിൽ പോകുന്ന സമയത്ത് ആ അകലവും ഒക്കെ കീപ്പ് ചെയ്യാൻ പോവാം. ഒരു ഗ്ലാസ് കയറ്റിയിടേണ്ട സമയം, ഗ്ലാസ് പൊങ്ങി വരുന്ന സമയം എത്രയായിരിക്കും, ഇതൊക്കെ ഗസ് ചെയ്യാൻ പറ്റില്ല. അത്ര ഡീപ്പായിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്കിത് ഉപയോഗത്തിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് തല്ലുകൊള്ളിൽ കുത്തുകൊണ്ട് പിറ്റേ ദിവസം പത്രത്തിൽ പടം വരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഡിഫൻസ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തമെന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് പെരുമാറിയാൽ മാത്രമേ അത് നമുക്ക് ഗുണപ്രദമായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ലോക്കൽ പഠിത്തങ്ങളൊക്കെ വിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ സീരിയസ് ആയുള്ള മാറ്റിലേക്ക് നമുക്ക് പോകാം, നേരെ വീഡിയോയിലേക്ക്. ഇപ്പം നമ്മൾ കണ്ടത് അതിശക്തമായ കുത്തുകളെ തട്ടിക്കൊണ്ട് കയറുന്ന ഒരു മെത്തേഡും അവസാനം പൂട്ടി നിർത്തുന്ന ഒരു മെത്തേഡുമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും. അതുപോലെ ചെയ്ത് പഠിക്കുന്നവർക്ക് അതൊരു ബലമായിരിക്കും, മാനസിക ബലമായിരിക്കും.
ഞാൻ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാന പാഠമാണ്. കാരണം ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുത്ത് തട്ടിക്കഴിഞ്ഞാൽ അടുത്ത കുത്ത് കുത്തുന്നുണ്ടോ, വീണ്ടും കുത്തുന്നുണ്ട്. അവിടെ പൂട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 2% ആണ്, 2%. 98% നമുക്ക് പൂട്ടാൻ കിട്ടില്ല. കാരണം വരുന്നവൻ കുത്താനാണ് വരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യും, ആഞ്ഞ് കുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ പിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അത് കാണിച്ചത് നോക്കും കേട്ടോ. ഇത് കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പം നടന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് റോഡിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുത്തിയിട്ടുള്ളത് പറഞ്ഞാൽ 50-60 കുത്തായിരിക്കും, ആള് മരിച്ചിട്ടുണ്ടാവും. ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ അയാൾ ചെയ്യുന്ന ഒഫൻസാണ്. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവൻ രക്ഷിക്കുന്നത് വേറെ ആരുടെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഈ സാധാരണ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. വളരെ സ്പീഡി ആയിട്ടുള്ള വളരെ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ നമുക്കിട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മളിവിടെ നെയ്യും തേനും പാലും ഒന്നും ഒഴുക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് കാര്യം ചെയ്ത് വീട്ടിൽ പോരുക. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇത് പലപ്പോഴും ഈ ഗൊറില്ല വാർഫെയർ എന്നൊക്കെ പറയില്ലേ, ഗൊറില്ല യുദ്ധതന്ത്രങ്ങൾ, അതിൽ എതിരാളികളെ ഇങ്ങനെയാണ് യുദ്ധതന്ത്രങ്ങളിൽ പരാജയപ്പെടുത്തുന്നത്. ഈ തന്ത്രം മാത്രമേ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലോ, അല്ലാതെ നമ്മൾ തട്ടിക്കൊണ്ട് നിന്നാലോ ആളെ ചുമ്മാതെ എടുത്ത് മറിച്ച് ഒരു ബെഡേൽ ഇട്ടാലോ ഒന്നും ഒരു കാര്യം നടക്കില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിച്ചിരിക്കണോ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണോ, ഇപ്പം ചെയ്ത പോലെ പഠിക്കണം. പക്ഷേ ഇതിന് പിറകിൽ ഒരുപാട് ഡ്രിൽസ് ഉണ്ട്. ഞാനത് ഏറ്റെടുത്ത് പറയുന്നു, ഡ്രില്ലുണ്ട്. ആ ഡ്രില്ല് ചെയ്യാതെ ഇത് കിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ കയറി ഒരു സംഗതി കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലായി, നാളെ റെഡി വരുമ്പോൾ ചെയ്യാമെന്ന്. നെവർ നെവർ നെവർ. ഇതിന് മുന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സീരിയസ് ആയി പഠിക്കുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ പഠന നിലവാരത്തെക്കുറിച്ച് ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, ബെറ്റർ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.